പ്ലാവൂർ ഏലായിൽ പാട്ടകൃഷിക്കാരുടെ 27 വാഴക്കുലകൾ മോഷണം, 10,000 നഷ്ടം. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ പ്ലാവൂർ ഏലായിൽ 8 കൃഷിയിടങ്ങളിൽ നിന്നായി 27 വാഴക്കുലകൾ മോഷണം പോയി. പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ചെറുകിട കർഷകരുടെ വിളവെടുപ്പിന് പാകമായ കുലകളാണ് മോഷണം പോയത്. വിപണി വില അനുസരിച്ച് കർഷകർക്ക് 10,000-ലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കുലകൾ മോഷണം പോയത്. ശക്തമായ മഴയിലും കാറ്റിലും വാഴകൾ ഒടിഞ്ഞു വീഴുന്നതിനോടൊപ്പം കാട്ടുപന്നി ശല്യവും രൂക്ഷമായിരിക്കെയാണ് മോഷണവും കൂടിയായത്. ഇതോടൊപ്പം കർഷകർ വലിയ പ്രതിസന്ധിയിലായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കർഷകർ ഒന്നിച്ച് രംഗത്തെത്തി. കള്ളനെ പിടികൂടാൻ രാത്രികാലങ്ങളിൽ കർഷകർ തന്നെ കാവൽ നിൽക്കാനും തീരുമാനിച്ചു. കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു വർഷം ഏകദേശം കപ്പവാഴയ്ക്ക് 12 മാസം ഉണ്ടായിരുന്നാലേ വിളവെടുക്കാൻ പറ്റൂ. ഈ 12 മാസം വിളവെടുക്കുന്ന സമയത്താണ് ഇവിടെ ഈ കൊല മുറിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് 2 പ്രാവശ്യമായിട്ട് 4 കൊല പോയി. 4 കൊലയെന്ന് പറഞ്ഞാൽ ഒരാളിനെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബൈക്കിലാണ് വന്ന് കൊണ്ടുപോകുന്നത്. 2 പേരില്ലാതെ ഒരിക്കലും ആ കൊല കൊണ്ടുപോകാൻ ഒക്കില്ല. ഒരു കൊല ഞാൻ ഒറ്റയ്ക്ക് തന്നെ മുറിച്ചെടുക്കുന്നത് വലിയ പാടുപെട്ടാണ്. 30 കിലോയൊക്കെ ആണെങ്കിൽ സാധനമില്ല, എടുത്ത് പൊക്കിയെടുത്ത് ഇപ്പോഴും ഈ വയസ്സിലും ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. പക്ഷേ ഇപ്പോഴെനിക്ക് സാധിക്കാതെ വരുന്ന ഒരു സമയമാണ്. പിന്നെ കൃഷിയിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് നഷ്ടം വന്നാലും നഷ്ടമല്ലാതെ ലാഭം ഉണ്ടായിട്ടില്ല. കൃഷിയിൽ ഇതുവരെ നഷ്ടമല്ലാതെ അപ്പം എന്തിന് കൃഷി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആദ്യമേ ഉള്ള ഒരു ശീലമാണ് കൃഷി എന്ന് പറയുന്നത്. അത് കൃഷിയിൽ താല്പര്യം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കൃഷിക്കാരനായിട്ട് തന്നെ ഇവിടെ നടക്കുന്നത്. പഴയെന്ന് പറഞ്ഞാൽ 12 മാസം കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് അതിൻ്റെ ആദായം എടുക്കാനാകുമ്പോൾ ആരെങ്കിലും വെട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് പ്രയാസമാണ്. അപ്പോൾ എന്തിനു ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്താഗതി വരുന്നുണ്ട്. ഒരു പ്രദേശത്തെ കൃഷിക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭം, ഈ പ്രദേശത്തുള്ള വാഴകൾ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ മഴയായ വെള്ളം കയറും, കാറ്റടിച്ച വാഴകൾ ഒടിഞ്ഞു പോകും. ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒട്ടനവധി കൃഷിക്കാരാണ് ഈ പ്രദേശത്തുള്ളത്. ഇപ്പോൾ പുതിയ ജീവി കൂടി വന്നിട്ടുണ്ട്, പന്നികൾ കൂട്ടമായി വന്നിട്ട് വാഴയുടെ മൂട്, മരിച്ചിനി നട്ടിരിക്കുന്ന മരിച്ചിനികളെ കളച്ചു മറിക്കുക, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളെ കളച്ചു മറിക്കുക, തെങ്ങിൻ്റെ മണ്ട, ഇപ്പോൾ പുതുതായി നടുന്ന തെങ്ങുകളെ എല്ലാം കുത്തിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗത്ത്, പ്രകൃതിക്ഷോഭം ഒരു ഭാഗത്ത്. മറുഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷണം. മുമ്പ് ഒരു 10-15 വർഷത്തിന് മുമ്പ് ഈ പ്രദേശത്ത് മോഷണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രദേശത്ത് നിന്ന് 8 കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് വാഴക്കൊലകൾ, കപ്പക്കൊല, ഏത്തവാഴക്കൊല, രസകലിക്കൊല, ഈ കൃഷികൾ നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം പാട്ടകൃഷിക്കാരാണ്. ഓരോ ഭൂവുടമ നിലങ്ങൾ അവർ പറയുന്ന പണം കൊടുത്ത് അഡ്വാൻസായി കൊടുത്ത് എടുത്താണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇതിലൊരു പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ ഇതിലേക്ക് വേണ്ടി ഇറങ്ങുന്നത്. കൃഷിക്കാരൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രദേശത്ത്. മോഷ്ടാക്കളെ ഏത് വിധേനയും കണ്ടെത്തുന്നതിനും നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിനും വേണ്ടിയൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിയമപാലകരുടെ ഒരു സഹായവും കൂടി ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഇൻഷുറൻസ് ചെയ്യാത്ത കൃഷികൾക്കും നഷ്ടപരിഹാരം, കലാമറ്റി നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഏതാണ്ട് 3 വർഷത്തോളമായി. ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പാട്ടകൃഷിക്കാർക്ക് ഈ ആനുകൂല്യം കിട്ടിയിട്ട് തന്നെ ഒരുപാട് നാളായി. അതും യഥാസമയം കൃഷിക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അധികാരികൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്നാണ് ഈ സമയം എനിക്ക് പറയാനുള്ളത്. പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. GTV ന്യൂസ്, കാട്ടാക്കട.